രണ്ടടിയാണ് നടക്കും കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കുടുകൂടാന്ന് പറഞ്ഞിട്ട് ചാടി അവിടെ കിടന്നിട്ട് ഡാൻസ് കളിക്കണതൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ടാളും കൂടി നാട് വിടാനാണെന്ന് ആലോചിച്ചിട്ട് പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളായിട്ടുള്ളവരുണ്ട്. ഈ വീഡിയോ കാണുന്നത് കൂടിയിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ വിസ സ്വന്തമാക്കാനുള്ള കൃത്യമായിട്ട് ഐഡിയ കിട്ടും. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ സ്വന്തം നാടായ മാളയിലല്ല കേട്ടോ, ഇപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ ഇതിക്ക് മുമ്പ് എവിടെയെന്ന് ചോദിക്കും. ഇതിക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലായിരുന്നു. കൊച്ചി, ഹൈദരാബാദ്, ബോംബെ. എന്തിനാണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടല്ലോ, അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണില്ല, നമുക്കൊന്ന് ഒരു അമേരിക്കൻ വിസ വേണം, അമേരിക്കയ്ക്ക് യാത്ര ചെയ്യണം. അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുക മാത്രമല്ല കേട്ടോ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യം അമേരിക്ക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു അമേരിക്കൻ വിസ നമ്മുടെ പാസ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് പവർഫുൾ ആവേണം. ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞ് വന്നിരിക്കുന്നുള്ളത്, ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫീല് എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ടെൻഷൻ അടിച്ചിട്ട്. ഭക്ഷണം തൊണ്ടേന്ന് ഇറങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല, ടെൻഷൻ. കാര്യം ഒരുപാട് യാത്രകളും ഒരുപാട് ഇൻ്റർവ്യൂസും ഒരുപാട് സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വല്ലാത്തൊരു ടെൻഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രൊസീജിയറൊക്കെ വളരെ ഈസിയാണ്. എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരും കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് DS-160 എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ നമ്മളിതെല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എങ്ങനെ അമേരിക്കൻ വിസ സ്വന്തമാക്കുക എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്നത് കൂടിയിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ വിസ സ്വന്തമാക്കാനുള്ള കൃത്യമായിട്ട് ഐഡിയ കിട്ടും. നാളെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ഒറ്റക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സോ അല്ലെങ്കിൽ വേറെ ആര് വഴിയോ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അപ്പോൾ കുറച്ച് നീളമുള്ള വീഡിയോ ആണ്, കുറേ എക്സ്പീരിയൻസും ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ബോർ എന്നൊന്നും പറയില്ലേ, പല കാര്യങ്ങളൊക്കെ റിപ്പീറ്റും പറഞ്ഞു പോയേക്കാം. അപ്പോൾ DS-160 ഫോം ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി എഴുതണം, അത് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതുക. ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ പറ്റിയിട്ട്. നമ്മുടെ വരുമാനവും നമ്മുടെ ഫാദർ, മദർ, വൈഫ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഇമെയിൽ IDs, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. US എവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, നമുക്ക് മന്ത്ലി എന്ത് സാലറി, കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് എല്ലാമാണ് ചോദിക്കുന്നത്. DS-160 കേട്ടോ. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, അമേരിക്കൻ വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് കുറച്ചധികം മാസങ്ങൾ, 6 മാസത്തിലധികമായി. അതിനകത്തൊരു മണ്ടത്തരം പറ്റി, അതാദ്യം തന്നെ പറയാം. ഇതിപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാനെന്താ വെച്ചാൽ വൈഫിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കൂടി ഇട്ട് കൊടുത്തിരുന്നു, അതും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും വൈഫിനും കൂടി പോകാനുള്ളതെന്ന് വെച്ചിട്ട് ഒരുമിച്ചായിട്ട് അപ്ലൈ ചെയ്ത്. അപ്പോൾ തൽക്കാലം വൈഫ് എന്നോടൊപ്പം വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ വൈഫ് ഞാനും കൂടി കൊടുക്കുമ്പോൾ ഈ രണ്ടാളും കൂടി നാട് വിടാനാണെന്ന് ആലോചിച്ചിട്ട് വിസ തരണ്ടാലും കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എൻ്റെ മാത്രമാക്കി. അപ്പോൾ വീണ്ടും ഡേറ്റും കാര്യങ്ങളൊക്കെ കുറേ മാറി വന്നു. ആദ്യം കിട്ടിയത് ചെന്നൈ ആയിരുന്നെങ്കിലും രണ്ടാമത് മാറ്റി അപ്ലൈ ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് ഹൈദരാബാദും ബോംബെയാണ് കേട്ടോ. അത് പ്രകാരം കൊച്ചിയിൽ നിന്ന് ഞാൻ ഇവിടെ എത്തി, ഹൈദരാബാദിലെത്തിയതിന് ശേഷം നമ്മൾ രാവിലെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് തന്നെ വന്ന്, അത് 7 മണിയുടെ ഫ്ലൈറ്റിന് വന്ന് 8:30 ആയപ്പോഴേക്കും ഹൈദരാബാദിലെത്തി. 2 മണിക്കായിരുന്നു എൻ്റെ ബയോമെട്രിക്സ് എനിക്ക് ടൈം തന്നത്. അതിനേതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ സെൻറ്ററിലെത്തി. അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ തിരക്കുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലുള്ള ആൾക്കാർ മൊത്തത്തിൽ അമേരിക്കയ്ക്ക് പോകണമെന്ന്. കാരണം അത്രയും തിരക്കാണ് കേട്ടോ. നമുക്ക് തന്നേക്കുന്ന ടൈം സ്ലോട്ട് അനുസരിച്ച് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ ചെന്നാൽ മതി. ഒരുപാട് നേരത്തെ ചെന്നിട്ട് കാര്യമില്ല, വെറുതെ ഓവർ ക്രൗഡഡ് ആവുള്ളൂ. ബയോമെട്രിക്കിന് പോകുമ്പോൾ വലിയ ടെൻഷനൊന്നും ആവശ്യമില്ല. നമുക്ക് വരുന്ന കൺഫർമേഷൻ ലെറ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള 2 പേപ്പറും പാസ്പോർട്ടും മാത്രം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ അനുഭവമായിട്ട് പറയുന്നത്. ഇനിയും കാലാകാലങ്ങളിൽ പലതിലും മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഇപ്പോൾ 2024 ഡിസംബറിലെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് ചെന്നാൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ വളരെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് പ്രകാരം നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നു. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാറാം. വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിനകത്ത്. നല്ല തിരക്കൊക്കെ കാണും. ഭയങ്കര തിരക്കുണ്ടെങ്കിൽ അതൊക്കെ വളരെ മര്യാദ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതെല്ലാം ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അതിനുശേഷം എനിക്കിപ്പോൾ ഹൈദരാബാദിൽ ചെന്നപ്പോൾ എൻ്റെ മുമ്പ് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന സരസ്വതി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അങ്ങനെ സരസ്വതി എയർപോർട്ടിൽ ഇൻവൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി ഫ്രഷപ്പ് ആയതിനു ശേഷം ഈ സെൻറ്ററിലൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹൈദരാബാദിലത്തെ കഥ
എന്ന് പറഞ്ഞാൽ ഫോട്ടോസും ഫോമും ഫില്ല് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ മുകളിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, പിന്നെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ഫോട്ടോസ് എടുക്കുക, എല്ലാ സൗകര്യങ്ങളൊക്കെ. ഫോട്ടോസും നമ്മൾ കൊണ്ടുപോയില്ല, ഫോട്ടോസൊക്കെ അവിടെ അവരെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നെ കാര്യം അകത്തേക്ക് ചെല്ലുമ്പോൾ വലിയ ബാഗ് സംഭവങ്ങളൊന്നും കടത്തി വിടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തരത്തിലൊരു ഫോൾഡർ മേടിച്ച് കൈ പിടിച്ച്, ട്രാൻസ്പെറൻറ്റ് ഫോൾഡർ മേടിച്ച് കൈ പിടിച്ച്. ഇതിലിപ്പോൾ കുറേ പാസ്പോർട്ടുകൾ കാണട്ടെ. നിലവിൽ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു 5 പാസ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ അവിടെ നമ്മുടെ ടൈം അനുസരിച്ച് ക്യൂവിൽ നിന്ന് നമ്മൾ ചെന്ന് കൂടുതൽ വർത്തമാനത്തിനും വെള്ളത്തിനൊന്നും നിൽക്കേണ്ട, എല്ലാം ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫോട്ടോ എടുത്ത് ഫിംഗർ, ഈ 4 ഫിംഗർ, ഈ 4 ഫിംഗർ, പിന്നെ ഈ 2 ഇൻഡെക്സ് ഫിംഗറും അതെടുക്ക് പരിപാടി കഴിഞ്ഞു. ഓക്കെ, പിന്നെ അപ്പോൾ ആ ഫോം അവർ സൈൻ ചെയ്ത് നമുക്ക് തരും. സൈൻ ചെയ്ത് തരുന്ന കഴിഞ്ഞാൽ അതെല്ലാം വെരിഫൈ ചെയ്ത് ഇവിടെ ഒരു സീൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 17-ാം തീയതിക്കലത്തെ ഹൈദരാബാദിലെ സീലാണ് ഇവിടെ സ്ക്വയറിൽ കാണുന്നത്. പിന്നെ നേരെ ബോംബെയിലേക്ക് കേട്ടോ. നമുക്ക് തരുന്ന കൺഫർമേഷൻ ലെറ്റർ ഉണ്ടല്ലോ, ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ബയോമെട്രിക്സിന് എവിടെയാണ്, ഏതാണ് ലൊക്കേഷൻ, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ ടൈം, നമ്മൾ ചെല്ലേണ്ട റിപ്പോർട്ടിംഗ് ടൈമൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. അപ്പോൾ അത് പ്രകാരം ഹൈദരാബാദിലെ അഡ്രസ്സിൽ നമ്മൾ ചെന്ന്, പിന്നെ നമുക്കുള്ള അഡ്രസ്സ് എന്ന് വെച്ചാൽ ബോംബെയിലാണ്. ബോംബെയിൽ നമുക്ക് ബാന്ദ്ര ഈസ്റ്റിലാണ് US കോൺസുലേറ്റ് ഉള്ളത്. അതും ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 മണിക്ക് 9:10 എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 9 മണി 9:10 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 9 മണിയുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ 100-200ഓളം പേര് കയറും. 9:10 എന്ന് പറയുമ്പോൾ 250 പേര് കയറും. 8:30-ക്കും 8:45-നൊക്കെ ടൈമുകളാണിത്. എല്ലാ വിഭാഗം, ടൂറിസ്റ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ ഇതായിക്കോട്ടെ, പഠിക്കുന്നവരായിട്ട് എല്ലാ വിഭാഗം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ബോംബെ അതിൻ്റെ പേരിലാണ് ഇത്രയും തിരക്കെന്ന് അറിഞ്ഞൂടെ, ബാക്കി സെൻറ്ററുകളെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അപ്പോൾ അത് പ്രകാരം നമ്മൾ കൃത്യസമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് എത്തി. അപ്പോൾ ഞാൻ എന്താ വെച്ചാലും, ഇനി ബോംബെയാണ്, ബോംബെയിലെ തിരക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇനി മഴ പെയ്ത് അല്ലെങ്കിൽ മറ്റൊന്നും പ്രശ്നങ്ങളുണ്ടായിട്ട് ടൈമിന് എത്താൻ പറ്റാണ്ട് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ തന്നെ വന്ന് US കോൺസുലേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ട്രൈഡൻറ്റ് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ നിന്ന് വൈകിട്ടൊന്ന് നടന്നു പോയിട്ട് എവിടെയാണ് സെൻറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വന്ന്. ആ പരിസരത്തൊന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും ഭയങ്കര ടെൻഷനാണ് ഉള്ളിൽ. ഇന്നലെ ഒന്ന് രാത്രി എന്താ പറയുക, ഡിന്നറൊന്നും കാര്യമായിട്ട് കഴിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത് KFC പോയിട്ട് ഒരു ബർഗർ മേടിച്ചെങ്കിലും അതൊന്നും തൊണ്ടേന്ന് ഇറങ്ങണില്ല. ഹോട്ടലിൽ വന്നപ്പോൾ അവർ വെച്ചിരുന്ന 2 ആപ്പിളുണ്ട്, അതിൽ നിന്നൊരു ആപ്പിളും കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് ഒരു രക്ഷയില്ല. ഭയങ്കര ടെൻഷൻ. ഉറങ്ങാൻ കിടന്നപ്പോഴേലും ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്, സമയമായെന്ന് വെച്ചിട്ട്. പിന്നെ US കുറിച്ച് പഠിക്കണം. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള മറ്റൊരു ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു ഇംഗ്ലീഷ് അല്ലല്ലോ, അമേരിക്കൻ ഇംഗ്ലീഷ് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ, നമ്മളെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇനി അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് സഹായകരമായത് ഒരുപാട് ഇതുപോലെ ഇത്തരം വർക്ക് ചെയ്തിരുന്ന US എമിഗ്രേഷനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഈ ഓഫീസേഴ്സിൻ്റെ, റിട്ടയർ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് റിപ്പീറ്റ് വീഡിയോ കണ്ട് മനസ്സിലാക്കി ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ദിവസം എത്തി. രാവിലെ തന്നെ ഒരു 8:30 ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല, തൊണ്ടേന്ന് ഇറങ്ങണുണ്ടായിരുന്നില്ല. നേരെ ചെന്ന് ഇതായിരുന്നു ഡ്രസ്സ് ഇട്ട്, അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും പോകുമ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകാം. ഇപ്പോൾ കോട്ട് തന്നെ ഇടണമെന്നൊന്നുമില്ല, നല്ല ഒരു ഗെറ്റപ്പിൽ പോകാം. അതായത് സിമ്പിളായിട്ട് ടീഷർട്ടൊക്കെ ഇട്ട്, അതിനൊന്നും വലിയ കാര്യമില്ല നമ്മൾ ചിന്തിക്കണ്ടോ. അങ്ങനെ പോയിട്ട് വിസ കിട്ടിയവരൊക്കെ ഉണ്ട്, സാധാ പാൻറ്റും ജീൻസും സാധാ ഡ്രസ്സിലൊക്കെ പോയിട്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് നമ്മൾ അവിടുത്തെ ഒരു അതിഥിയായിട്ട് നമ്മൾ പോകണത്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ കപ്പാസിറ്റി ഉണ്ടാവണം, നമുക്ക് നല്ല ജോലിയും, നമ്മൾ പോയാൽ തിരിച്ചു വരുന്നുള്ള ഉറപ്പുള്ള ആളുകളാണ് അവർ വിസ തന്ന് വിടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളൊരു ഇൻ്റർവ്യൂവിന്, നല്ലൊരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ പോകും, അത്രയും ആ ഒരു പെർഫെക്ഷന് US ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു മര്യാദ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. ഞാൻ എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ നീറ്റായിട്ട് തന്നെയാണ് പോയത്. ഈ ഡ്രസ്സിൽ തന്നെയാണ് പോയത്. നീല തിരഞ്ഞെടുക്കാൻ കാരണം ഇനിയിപ്പോൾ റെഡൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അവർക്കൊന്നും തോന്നണ്ട, അത് എഴുതിയിട്ടുണ്ട് ഈ ഒരു കളക്ഷനിലേക്ക് വന്നത്. അങ്ങനെ ചെന്ന് നല്ല തിരക്ക് തന്നെയായിരുന്നു. ക്യൂവിലൊക്കെ നിന്ന് അകത്തേക്ക് പോയി കൃത്യമായിട്ട് അതാത് ടൈം സ്ലോട്ടിൽ അവർ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അകത്ത് ചെന്ന് കുറച്ച് സമയം അവിടെ ഒരു വലിയൊരു പന്തൽ പോലിട്ടൊരു സ്ഥലത്ത് അവിടെ ഇരിക്കുകയാണ്. ചെയറൊക്കെ ഉണ്ട്, വളരെ നീറ്റായിട്ട്. ഇപ്പോൾ ഈ ഡിസംബർ മാസം അതിന് വലിയ ചൂടൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മുടെ സമയം എത്തിയപ്പോൾ ഇങ്ങനെ ക്യൂ ആണ്, ആ ക്യൂവിലൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്ലേറ്റേഷന് വേണമെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കയറും മുമ്പ് തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. വാച്ച്, മോതിരം, സംഭവങ്ങളെല്ലാവരും മാറ്റി വെപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മോതിരം, മാലയൊക്കെ ഞാൻ ഇവിടെ തന്നെ ഊരി വെച്ചിരുന്നു. വാച്ചും ഫോണൊക്കെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് പോയത്. ഒന്നുമില്ല, ആ പേപ്പറുകൾ മാത്രമുള്ള ഫയൽ മാത്രം എടുത്തിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഹൈദരാബാദിൽ ബയോമെട്രിക്കിന് ചെന്ന സമയത്തും അത്തരത്തിൽ തന്നെ ഫോണോ സംഭവങ്ങളോ ഒന്നും അകത്തേക്ക് കയറ്റി വിട്ടിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകരുത്. പരമാവധി ഫ്രീ ആയിട്ട് പോകാം. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. പാസ്പോർട്ടൊന്നും മറക്കരുത്. കൊണ്ടുപോകേണ്ട പേപ്പറുകളെല്ലാം പ്രിൻ്റ് എടുത്ത് അതൊരു ഫോൾഡറിൽ വെച്ചതിന് ശേഷം വാച്ചും ഫോണൊക്കെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുക. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. എനിക്ക് ഹൈദരാബാദിൽ സരസ്വതി കൂടി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ റൂമിൽ തന്നെ വെച്ചിട്ട് പോകുക. അവിടെയൊക്കെ ലോക്കർ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബോംബെയിൽ വന്നപ്പോൾ കയറും മുമ്പ് പുറത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓരോ കള്ളികൾ തിരിച്ച് വെച്ചിട്ടുണ്ട്, ഫോണും വാച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനൊരു അനാവശ്യ ടെൻഷൻ എന്ന് കരുതി അപ്പോൾ ഞാനെല്ലാം ഹോട്ടലിൽ വെച്ചിട്ടാണ് പോയത്. ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അകത്തേക്കൊക്കെ കയറ്റി വിടുന്ന സ്ഥലങ്ങളിലൊക്കെ ആ സുരക്ഷയുടെ കാര്യത്തിൽ അവർ അത്ര സ്ട്രിക്റ്റാണ്, ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു നെഞ്ചിടന്ന് പടപെടാന്ന് പറഞ്ഞ് ഇടിക്കുമോ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയ ക്യൂ ആണ്. ജനങ്ങളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളായിട്ടുള്ളവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, വയസ്സായിട്ട് മക്കളുടെ അടുത്തേക്ക് പോകുന്നവരുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് ഈ ലൈൻ ചെന്ന് കഴിയുമ്പോൾ പല പല ലൈനുകളായിട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റുഡൻസിന് വേറെ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചൊക്കെ വിടുന്ന കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത് നമ്മൾ ചോദിക്കും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ട് വേണമെന്നൊക്കെ. ഇപ്പോൾ ഇവിടെ മറാഠിക്കൊക്കെ വേറെ സെപ്പറേറ്റ്, ഹിന്ദിക്കൊക്കെ വേറെ ലൈനൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒപ്പിക്കാനുള്ള നമ്മുടെ നോർമൽ ഇംഗ്ലീഷിൽ പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ചെല്ലുന്നു. ക്യൂ അങ്ങനെ ചെന്നിട്ട് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫിംഗർ സ്കാനിങ് ആണ് ഫസ്റ്റ് തന്നെ. അതിന് ശേഷമാണ് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ലൈനിനും. വേറെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു റൂമിൻ്റെ അകത്ത് നമ്മളും അവരുടെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ഓഫീസറൊക്കെ, ഞാൻ ആദ്യം അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നിട്ട്, നമ്മൾ തമ്മിലൊരു പ്രൈവറ്റ് ടോക്കിംഗ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല, ഒരു രക്ഷയില്ല. ബോംബെയിലത്തെ കഥ പറയുന്നത് നമ്മുടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കൂലേ, അപ്പോൾ അതുപോലെ ഇത് ഗ്ലാസിൻ്റെ ഒരു കൗണ്ടർ. അകത്തുനിന്ന് പറയണത് നമ്മുടെ അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ സ്പീക്കറിൽ കേൾക്കുക. നമ്മളിപ്പോൾ മെട്രോന് ടിക്കറ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ അതുള്ള അതേ അവസ്ഥ തന്നെ. അങ്ങനത്തെ ചില്ലുകൂടുകൾ, അങ്ങനത്തെ ഒരു 45ഓളം കൂടുകളുണ്ട്, 2 സെക്ഷനായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ ഇംഗ്ലീഷുള്ളവർക്കുള്ള ലൈന്, ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റർ വേണ്ടവർക്ക് വേറെ ലൈൻ, അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലൈനിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇങ്ങനെ വിസ കിട്ടുന്നവരുണ്ട്, റിജക്റ്റായിട്ട് സങ്കടം കൊണ്ട് പോകുന്നവരുണ്ട്, സന്തോഷം കൊണ്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രൈവസി ഒന്നുമില്ല. നമ്മൾ പറയണതൊക്കെ ബാക്കിലുള്ളവർക്കൊക്കെ കേൾക്കാം. അടുത്ത ആൾക്കാർ നിൽക്കുകയാണ്. അത് എന്താ പറയുക, 1 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രം, 1 മീറ്റർ 1.5 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ അടുത്ത ആൾ ബാക്കിൽ നിൽക്കുക. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. മെട്രോനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഉള്ള അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ. പക്ഷേ കുറേ കൂടി നീറ്റ് ആൻഡ് ക്ലീനും പെർഫെക്റ്റുമാണ്. അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു. പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവരത് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് തന്നെ നമ്മൾ ഫിംഗറൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമുക്കിപ്പോൾ ബാർകോഡിൽ അവരെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് എല്ലായിടത്തും ചെല്ലുമ്പോഴല്ലാണ്ട് പാസ്പോർട്ട് തുറന്ന് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യില്ല. ആ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസുകളും അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ഫോമൊക്കെ ആയിരിക്കും വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ടൈപ്പിംഗ് തുടങ്ങി. ഈ ടൈപ്പിംഗാണ് എൻ്റെ അടുത്ത് ആദ്യത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് US പോകുന്നതെന്നാണ് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞ ഉത്തരം, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് US കാണണം, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യം കാണണമെന്ന് തോന്നി. അതിൻ്റെ പേരിൽ ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഒത്തിരി മാസങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്തതാണ്. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ US കാണുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ, ഞാൻ മലയാളീകരിച്ചതാണ് കേട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനുശേഷം അവരെന്നോട് ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്തെന്ന് പറയണമല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെയല്ല, ഞാൻ എല്ലാ കൺട്രീസും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു കൺട്രിക്ക് ഈ A+ പോലെ മാർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ സഞ്ചരിക്കുന്ന എല്ലാ രാജ്യങ്ങളും എനിക്ക് ഇഷ്ടം തന്നെയാണത്. പക്ഷേ സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടം തായ്ലൻഡാണ്. അതുപോലെ തന്നെ എനിക്ക് അസർബൈജാൻ, ജോർജിയ, ബാലി ഒക്കെ എനിക്ക്, ഇന്തോനേഷ്യ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള
ഒരു ഡിഫറെൻറ്റ് കൾച്ചർ ഉണ്ട്, അത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് നമുക്ക് ഫോണൊന്നുമില്ലല്ലോ എന്തെങ്കിലും കാണിക്കാറ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കണ്ട, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ രാജ്യത്തു നിന്നുള്ള ഇതുകൾ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ ഓരോ രാജ്യത്തുള്ളപ്പോഴുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫ്രീക്വൻറ്റ് ട്രാവലറാണ്. ഞാനിതിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗറാണ്. അറൗണ്ട് 1.8 മില്യൺ ഫോളോവേഴ്സ് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി രാജ്യങ്ങളിൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതുവഴി ട്രാവൽ ചെയ്യുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്തേക്കണ ലിസ്റ്റൊക്കെ ഇതുണ്ടെന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവർ മേടിച്ച് മറിച്ച് നോക്കണമെന്നില്ല, ഇവരിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പാളി നോക്കും, പറയണതൊക്കെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നണത്. ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് നമ്മൾ സ്മാർട്ടായിട്ട് ഉത്തരം പറയുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പേപ്പർ കൂടി, എൻ്റെ ഒരു മുമ്പ് പത്രത്തിൽ വന്നൊരു പേപ്പർ കട്ടിങ് കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാനിതിപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്നില്ലേ, അതും കൂടി ഞാൻ എടുത്തിട്ട് ആ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ നിർത്തി പിടിച്ച് എൻ്റെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ എന്നെ പറ്റിയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ എൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ അവൈലബിൾ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് വന്ന സമയത്ത് ന്യൂസ് പേപ്പറിന് ഇങ്ങനെ എടുത്ത സമയത്ത് അവരൊന്ന് നോക്കി അപ്പോൾ ഇത് ഈ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുഖത്തൊരു എക്സ്പ്രഷൻ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഇമ്പ്രസ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളിൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല എടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇമ്പ്രസ് ആയെന്നുള്ളൊരു ഫീല് മനസ്സിൽ വന്നപ്പോൾ മീൻസ് നമുക്കൊരു കോൺഫിഡൻസ് വന്നു, സംഭവം ശരിയാവണ ലക്ഷണം ഉണ്ടല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് എന്താണ് US പ്ലാൻ എന്നാണ് ചോദിച്ചത്. അതിക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ച് എന്താണ് നിങ്ങളുടെ ഇൻകം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ച് മന്ത്ലി ഇൻകം ആണോ ഇയർലി ഇൻകം ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി കമ്പനി ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് 33ഓളം സ്റ്റാഫുകൾ എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 11-12 വർഷമായിട്ട് ഞാൻ ടൂറിസം ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജസ്റ്റ്. അപ്പോൾ ഈ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പല ഇൻ്റർവ്യൂസിലൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്യിപ്പിക്കും. നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, അവർ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ പറയുന്ന കാര്യത്തിന് അനുപാതികമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ടൂറിസം അല്ലെങ്കിൽ സ്റ്റഡി, നിങ്ങൾ എവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്, ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പലരും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുജിത്തൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ സുജിത്തിനെ ഫോൺ ചെയ്തപ്പോൾ സുജിത്തിനൊക്കെ നമ്മളിങ്ങനെ വളരെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാദോരാതെ പറയുന്നത്. പക്ഷേ അവർ ചോദിക്കുന്ന കാര്യത്തിനും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പത്രം കണ്ടപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ഇത്രയും കൂടി കോൺഫിഡൻസ് നമുക്ക് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ 33 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ടൈപ്പിംഗ് തന്നെയാണ്, തലയാട്ടം മോളൽ ഇതൊക്കെയാണിത്. ദെൻ എന്താണ് നിങ്ങളുടെ US പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇപ്പോൾ പോകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ സ്നോ ടൈമൊക്കെ അതിൻ്റെ പേരിലും ഒത്തിരി ഈ തണുപ്പൊക്കെ അതിൻ്റെ പേരിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കണം. അത് പ്രകാരം ഞാൻ ഏപ്രിലാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ 4 ദിവസത്തെ റൂം ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഞാൻ ഓരോ സിറ്റീസ് ഒരു 3-4 ദിവസം വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. ഒരു 15 to 20 ഡേയ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എവിടെയൊക്കെ പോകാൻ പ്ലാൻ. അപ്പോൾ ഞാൻ നോർമലി നമ്മൾക്കുള്ള അറിവുണ്ടല്ലോ, ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂയോർക്കിലാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ന്യൂയോർക്കിൽ വന്നതിന് ശേഷം പിന്നെ വാഷിങ്ടൺ, അതുപോലെ തന്നെ അതർ സിറ്റീസ്, ഓരോ സിറ്റീസിലും നമുക്ക് 4 ഡേയ്സ് വെച്ചിട്ട് 3-4 ഡേയ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫ്ലോറിഡ, അതുപോലെ തന്നെ നമ്മൾ ലോസ് ആഞ്ചലസ്, അങ്ങനെ ഓരോരോ സിറ്റീസിൻ്റെ പേരുകൾ നമ്മൾ 1 by 1 ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് കാണണം, യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണണം, അതുപോലെ തന്നെ ഡിസ്നി ലാൻഡ് കാണണം, നയാഗ്ര വാട്ടർഫോൾസ് കാണണം. അങ്ങനെ നമ്മളിങ്ങനെ US കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിബർട്ടി സ്റ്റാച്യു കാണണം, അങ്ങനെ ഓരോന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര ത്രില്ലാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു വ്ളോഗർ എന്നുള്ള നിലക്ക് കാണുന്ന ചെറിയ കാഴ്ചകളും വലിയ കാഴ്ചകളൊക്കെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ത്രില്ലായിരിക്കും. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ടൈപ്പിംഗ് ചെറിയൊരു ചിരി വരാനായിട്ട് ഓക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു പേപ്പർ അങ്ങോട്ട് കീറും. ആ പേപ്പർ കീറിയതാണ് ഇവിടെ ഇരിക്കേണ്ട കേട്ടോ. ഇങ്ങനൊരു പേപ്പർ അങ്ങോട്ട് കീറി തരും. അവിടെ പാസ്പോർട്ട് അവിടെ മേടിച്ച് വെക്കൂട്ടോ.
പലർക്കും പാസ്പോർട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ വിസ ഓക്കെ ആണെങ്കിൽ പാസ്പോർട്ട് അവർ മേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ വരും. ഈ പേപ്പറിൽ താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ, യുവർ പാസ്പോർട്ട് ആൻഡ് വിസ വിൽ ബി സെൻഡ് ടു ദ ലൊക്കേഷൻ. അതായത് നമ്മൾ കൊടുത്തതിന് അഡ്രസ്സിലേക്ക് ഇത് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ലെറ്റർ. ഇത് കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരിൽ അടിച്ചു തരുന്നതല്ല. ഓക്കെ ആണവർക്ക് ഇതവിടെ കീറി തരും. ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. സത്യം പറയും പേപ്പർ അങ്ങോട്ട് കൈ കെട്ടിയിട്ട് നമ്മൾ അവരോട് അപ്പോൾ ഫിനിഷാണ്. അടുത്ത ആൾക്കാർ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് 2 അടിയാണ് നടന്നപ്പോൾ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കുടുകൂടാന്ന് പറഞ്ഞിട്ട് ചാടി. ആനന്ദക്കണ്ണീരെന്ന് പറയൂല്ലോ ഇന്നത്തത്, ഉള്ളിങ്ങനെ നിറഞ്ഞിട്ട് ഓക്കെ. അവിടെ കിടന്നൊരു ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ നമ്മൾ നടന്ന് അവിടെ ഒരു കോഫി ഷോപ്പ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ സമയം ക്യൂവിലൊക്കെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകം ഒരു നന്ദി പറയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കൂടെ യാത്ര ചെയ്ത് വന്ന് നമ്മുടെ ഒരു അച്ചായനുണ്ട്. അച്ചായൻ നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നമുക്ക് വിളിച്ച് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട്. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് 1.25 മണിക്കൂർ എന്നെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് ഓരോ സപ്പോർട്ടുകളും ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. പിന്നെ അതൊരു വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചായൻ്റെ അടുത്ത് പറഞ്ഞ് വിസ കിട്ടിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ അച്ചായൻ്റെ ആ ഡയലോഗ് എനിക്കൊന്ന് ഓഡിയോനകത്തൊന്ന് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു ഇപ്പോൾ വേണ്ട, നിങ്ങൾ US വന്നതിന് ശേഷം ഉള്ള വീഡിയോയിലൊക്കെ അന്നേരം ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ നമ്മളോടൊപ്പം യാത്ര ചെയ്തിരിക്കുന്ന ഒരുപാട് അമേരിക്കയിൽ നിന്നുള്ള ഒരുപാട് കുടുംബങ്ങളൊക്കെ നമ്മളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. പലരും ഒരുപാട് നാളുകളായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഏപ്രിൽ US വരാനാണ് പ്ലാൻ. ആ സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് കാണാം, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാം. തീർച്ചയായിട്ടും അവിടെ വരെയും കാണുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു 15-20 ദിവസത്തെ യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. നല്ല രീതിയിൽ US കാണണമെന്നുണ്ട്. അതൊരു വലിയൊരു ആഗ്രഹമാണ്. ദൈവം അത്രയും ആയുസ്സാരോഗ്യമൊക്കെ തരട്ടെ എനിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആനന്ദക്കണ്ണീരിൽ നിൽക്കുകയാണ്. അതിന് പിന്നിലുള്ള കഥകളും വേറെ ഞാൻ പറയട്ടോ. ചില സ്ഥലത്തുള്ള പല റിജക്ഷനുകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതിനൊക്കെ ഒരു സക്സസിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആയിട്ട് ഒരു കളി ജയിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇനി പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ US വിസയുടെ അനുഭവങ്ങൾ. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നമ്മുടെ അഡ്രസ്സിലേക്ക് വരും എന്നാണ് പറയുന്നത്, കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക്. അപ്പോൾ അത് വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷകർ ഒത്തിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് പറഞ്ഞു. ഇനി വേണം ഇതൊക്കെ ഊരി മാറ്റി ഇനി പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ US വിസയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ സപ്പോർട്ട് ആവശ്യമെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. റോയൽ സ്കൈയുടെ USA പാക്കേജുകൾ വരുന്നുണ്ട്. USA മാത്രമല്ല, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം, ഓൾ ഓഫ് ദ വേൾഡ് നമ്മൾ ടൂർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജപ്പാൻ പോകണോ, കൊറിയ പോകണോ, എവിടെ പോകണമെങ്കിലും കോൺടാക്ട് ചെയ്തോ, US പോകണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. നമ്മളെല്ലാ സപ്പോർട്ടും ചെയ്തു തരും. യാത്ര ഒറ്റയ്ക്കായാലും ഗ്രൂപ്പായാലുള്ള പ്ലാനുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. US വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും കുറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി നീണ്ടു പോകുന്നതിൻ്റെ പേരിലാണ്. കുറേ ടെക്നിക്കൽ പാർട്ടുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, സക്സസ് ആകാം എന്നൊക്കെ ഉള്ളതൊക്കെ വഴിയെ പഠിപ്പിച്ച് തരും. അതെല്ലാം തന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ബോറടിച്ചെങ്കിൽ സദയം ക്ഷമിക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ താഴേക്ക് നോക്കുമ്പോഴും അവിടുത്തെ തിരക്ക് കാണാം. കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ നീണ്ട തിരക്ക്. പിന്നെ ട്രൈഡൻറ്റ് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ബോംബെയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ട്രൈഡൻറ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. കുറച്ച് എളുപ്പമാണ്. വേറെ കുറേ ഹോട്ടലുകളുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ജിയോ വേൾഡ് പ്ലാസ, നിത അംബാനിയുടെ ഒരു വലിയ ഷോപ്പിംഗ് മാൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. വളരെ ഈസിയാണ്. US എംബസിയൊക്കെ എൻ്റെ ഒരു ഫുൾ ടൈറ്റ് സെക്യൂരിറ്റിയുടെ അകത്ത് കിടക്കുന്ന ഒരു ഏരിയയാണത്. കമാൻഡ് കോയിറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഇവിടുന്ന് നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ നമ്മുടെ ഫീലിങ്സൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാചാലനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, സന്തോഷം കൊണ്ട്. ഇനി വേണം എന്തെങ്കിലും കഴിക്കാനും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും സംശയങ്ങൾ US വിസ റിലേറ്റഡ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. അങ്ങനെ 7 ദിവസത്തിന് ശേഷം നമ്മുടെ കൊച്ചി ഓഫീസിലുണ്ടോ ഇതുവരെ കണ്ടത് ബോംബെ എന്നുള്ള കാഴ്ചയാണ്. നമ്മളെ പാസ്പോർട്ട് കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ടെൻഷൻ കാരണം പൊട്ടിച്ചു കഴിഞ്ഞ്
വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെയിറ്റ് ചെയ്യാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ US പാസ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് വന്ന് ഈ കവറിൽ വന്നേക്കണത് ഇവിടെ നിന്ന് ബോംബെ അഡ്രസ്സാണ്. നമ്മുടെ അഡ്രസ്സിൽ സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രീമിയം ഡെലിവറി സർവീസ് എന്ന് പറഞ്ഞിട്ട് 850 രൂപ അഡീഷണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പ്രീമിയം ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സന്തോഷം. നമ്മൾ ഒരിക്കൽ കൂടി അതിനെ പൊട്ടിച്ചിട്ടാ നമ്മുടെ പാസ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വിസകൾ എടുക്കാനുണ്ട് കേട്ടോ, ചൈനയും അത് ഇതൊക്കെ ആയിട്ട്. അതിലിത് നമ്മുടെ US വിസ കേട്ടോ 10 വർഷത്തേക്ക് അടിച്ചിട്ടുണ്ട്. ഇത് 10 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഡിസംബർ 2024 സ്റ്റാമ്പ് ചെയ്തേക്കുന്നത്. ഇനി 18 ഡിസംബർ 2034. 10 വർഷം എന്ന് പറഞ്ഞാൽ നീണ്ടൊരു കാലാവധി തന്നെയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ. അപ്പോൾ 10 വർഷത്തെ US വിസ എടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ചൈനീസ് വിസകളാണ്. പിന്നെ അത് ഷെങ്കൻ വിസ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ വിസകളുണ്ട് കേട്ടോ. അത് ഏത് തിരിച്ചാലും പിന്നെ തായ്ലൻഡ് മയമാണ് കേട്ടോ. നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇത് ചൈന വിസ, ചൈനയും തായ്ലൻഡും മാത്രമാണ്. അതിലേക്ക് ഇന്തോനേഷ്യൻ വിസ അങ്ങനെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പാസ്പോർട്ടിൽ ഫുള്ള് സീലുമയമാണ്. എനിവേ, അപ്പൊ ഇനി പറയാനുള്ളത്, അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് ഒന്നുകൂടി പവർഫുൾ ആയിക്കാണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിന് മസിലൊന്നും വന്നിട്ടില്ല. ഇത് ഇപ്പൊ നമ്മുടെ ഒരു പാസ്പോർട്ടിൽ US വിസ ഉണ്ടെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിക്ക് മുമ്പുള്ള എപ്പിസോഡ് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായിരിക്കുന്ന സമയത്ത് നമ്മളന്ന് ഹോട്ടലിൽ നിന്ന് എടുത്തത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൊച്ചി ഓഫീസിൽ നിന്ന് തന്നെ പാസ്പോർട്ട് പവർഫുൾ ആവാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് വിസ ഓൺ അറൈവൽ ലഭ്യമാണ്. നമുക്ക് നേരിട്ട് ചെന്ന് ഇറങ്ങാം ഈ വിസ ഉള്ളതിനാൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയുക, ഇപ്പൊ പല രാജ്യങ്ങൾക്ക് ചെല്ലാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഒരു US വിസ ഹോൾഡർ ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കൂടെ ഒരു വാല്യൂ കൂടെയാണ് എടുത്തത്. നമ്മളിപ്പോ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കേട്ടോ, ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് എന്തും പറഞ്ഞിട്ട് ഇടാം. പക്ഷെ പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണം എനിക്ക് ഓൾറെഡി US വിസ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം ഉണ്ടല്ലോ, അത് വളരെ വലുതാണത്. ഒരു പ്രിവിലേജ് US വിസ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ പറയണത് തന്നെ ഇപ്പോൾ സ്ഥിരം ഫ്രീക്വന്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് 10 വർഷത്തിനുള്ളിൽ നമുക്ക് US ഇപ്പോൾ എപ്പോഴാണെങ്കിലും പോയി വരാം എന്നൊക്കെ ഉള്ളത് തന്നെയാണ് പ്രത്യേകത. നമ്മുടെ ബന്ധുക്കളെ സ്വന്തക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു രാജ്യമാണ്. ഒറ്റയടിക്ക് കാണാൻ പറ്റിയാലും പലപ്പോഴൊക്കെ ആയിട്ട് പോയിട്ട് കാണാൻ സാധിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ കോൺഫറൻസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വരണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഇതാണെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി. അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട് US വിസക്ക്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് US വിസ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പൊ പോണില്ല പിന്നീടായാലും പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. നമ്മുടെ ഓഫീസ് അതിനുള്ള എല്ലാ സപ്പോർട്ടും, നിങ്ങൾക്ക് US പോകണം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. റോയൽ സ്കൈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഇപ്പൊ US മാത്രമല്ല, ഷെങ്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ലോകത്തെ എവിടേക്ക് വേണമെങ്കിലുള്ള വിസ സർവീസ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോട് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വിസ എടുക്കാന്ന് പറയുമ്പോൾ 100 കൂട്ടം സംശയങ്ങളും കാര്യങ്ങളും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ നമ്പറിനെ വിളിച്ച് എത്ര രൂപ ചെലവ് വരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും കേട്ടോ. വിസ മാത്രമല്ല കേട്ടോ, യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങൾക്ക് അതുപോലെ തന്നെ പാക്കേജും ബുക്കിങ്ങും എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തു തരും. അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല, ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല നീളലായി. അപ്പോൾ വലിയ ടെൻഷൻ അടിച്ച് US വിസക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് പോയി വന്ന് വിസ കിട്ടി കയ്യിൽ കിട്ടുന്നത് വരെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് US പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. നാളെ തന്നെ US പോകുന്നില്ല, അതിന് മുമ്പ് നമ്മുടെ ഒരു തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറിന് പോകുന്നു. അതിനുശേഷം നമ്മൾ ഫിലിപ്പൈൻസിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ സിംഗപ്പൂരിൽ പോകുന്നു, ക്രൂയിസ് ഷിപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ചൈനയിൽ ഷിപ്പ് പരിപാടികളുണ്ട്. അങ്ങനെ കുറേ യാത്രകൾ. അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് പാരീസും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡും ഇറ്റലിയും പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകളും യാത്രാ വിവരണങ്ങളൊക്കെ വരാൻ പോകുന്നു. നിങ്ങൾ ആത്മാർത്ഥ സപ്പോർട്ട് ചെയ്യുക. ചാനൽ 1 മില്യൺ യാത്രയിലാണ്. നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.